വിജാതീയ ആരാധനാലയത്തിൽ പോകുന്നത് പിന്നെ പിശാചിന് പങ്കുചേരുന്നതാണെന്ന് തന്നെ പൗലോസ് അപ്പോസ്തലൻ എഴുതി. കല്ലും തടിയും മണ്ണും ഉണ്ടാക്കി വെക്കുന്നത്. അതിൽ പൈശാചികമായ സാന്നിധ്യങ്ങൾ പിശാച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കയറിയെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് പിശാച് അങ്ങനെ ചെയ്യുന്നത്? പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ഉള്ളിൻ്റെ ദാഹം, ഒരു ക്രേവിങ് എന്ന് പറയുന്നത് ആരാധന കിട്ടുക എന്നുള്ളതാണ്. ലൂക്കാ 4 മരുഭൂമിയിലെ പ്രലോഭനത്തിൻ്റെ രംഗം നമ്മൾ വായിച്ചു വരുമ്പം 6-ാം തിരുവചനം, പിശാച് അവരോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. എന്താ വ്യവസ്ഥ? നീ എന്നെ ആരാധിച്ചാൽ മതി. ഈശോയോട് പോലും പിശാച് ചോദിക്കുകയാണ്, നീ എന്നെ ആരാധിക്കാവോ? ഇതാണ് പിശാചിൻ്റെ വലിയ കൊതി, ഉള്ളിൻ്റെ ദാഹമാണ്. ആരാധന സ്വീകരിക്കണം. അതുകൊണ്ട് എവിടെയെല്ലാം ആൾക്കാർ മുട്ടുകുത്തി ഒരു കല്ലിൻ്റെ തടിയുടെ മുമ്പിൽ പോലും ആരാധിക്കാൻ നിൽക്കുന്ന കാണുമ്പം പിശാച് അവിടെ കയറി ഇരിക്കുമെന്നാണ് അതിൻ്റെ സിമ്പിൾ ലോജിക്ക് നമുക്ക് തിരിയുന്നത്. നീ എന്നെ ആരാധിച്ച് നിനക്ക് ഇതെല്ലാം തരാം. ഇവിടെ മറ്റു ചിന്ത നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ എല്ലാത്തിൻ്റെയും ഒരു അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാനത് കൊടുക്കും. നീ എന്നെ ആരാധിച്ചാൽ മതി, എനിക്കിഷ്ടമാകും, ഞാൻ തരാം. പിശാച് ഇങ്ങനെ പറയുമ്പോൾ ഈശോ അത് നുണയാന്ന് പറഞ്ഞില്ല. ഇത് എഴുതി വെച്ച് സുവിശേഷകന്മാരും പിശാച് നുണ പറയുന്നതെന്ന് പറഞ്ഞില്ല. അപ്പം അതിനകത്ത് എന്തോ കാര്യമുണ്ട്. പിശാചിന് എവിടെ നിന്ന് അധികാരം കിട്ടിയത്? ഇതിൻ്റെ എല്ലാം മേൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം സൃഷ്ടിയെപ്പറ്റി വായിക്കുമ്പം ഉൽപ്പത്തി 1:26, നമുക്ക് നമ്മുടെ ഛായയിൽ ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിൻ്റെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവിയുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ മേൽ അധികാരം ആർക്കാ? മനുഷ്യനാണ് ദൈവം കൊടുത്തത്. പിന്നെ എങ്ങനെ പിശാച് പറയുന്നത്? ഈ മനുഷ്യൻ പിശാചിൻ്റെ വാക്ക് കേട്ട് പാപം ചെയ്തപ്പം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ, അല്ല പിശാചിൻ്റെ അടിമ. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ തന്നെ മനുഷ്യൻ പിശാചിൻ്റെ അടിമയായി. അതല്ലേ മത്തായി 12:28 വായിച്ചില്ലേ? ശക്തൻ കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ കഷ്ടം എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും? ശക്തനെ ബന്ധിക്കണം, ബന്ധിച്ചാൽ മോചിപ്പിക്കാം. അതിനർത്ഥം തന്നെ ബന്ധനത്തിലാണ്, അടിമത്തത്തിൽ കിടക്കുക, പിശാചിൻ്റെ അടിമത്തത്തിലാണ്.